ഗുഡ് മോർണിംഗ്. ഡ്യൂട്ടിക്ക് നടക്കുവാണേ. പോകുന്ന വഴിക്ക് തന്നെയുള്ളൂ. അന്നേരം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് പോവുക. ഹോസ്പിറ്റലിൽ എടുക്കാറായി. നല്ലൊരു വെട്ടവും വെളിച്ചമൊക്കെയാണ് പുറത്ത്. അത് ഇപ്പോൾ 7:30 കഴിഞ്ഞു. കഴിഞ്ഞ മാസമൊക്കെ ഈ സമയത്തേക്കായിരുന്നെങ്കിൽ നല്ല ഇരുട്ടായിരുന്നേനെ. ഇപ്പോൾ ഇവിടെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഞാൻ ഒരു കാര്യം പറയാവേ, കഥയായിട്ട് എടുത്താൽ മതി ഇതിനെ. പണ്ട് ഒരു പെൺകുട്ടി മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം അവരുടെ മുറ്റത്ത് ഈ അടപ്പില്ലാത്ത കിണറില്ലേ, പൊക്കി കെട്ടാത്ത കിണർ, ആ കിണറിൻ്റെ അടുക്ക് വന്നപ്പോഴത്തേക്ക് ഈ കൊച്ചൊരൊറ്റ കരച്ചിൽ. അമ്മ ഓടി വന്നു. എന്തിനാടി നീ കരയുന്നേ? ഈ കൊച്ചു പറഞ്ഞേ, അമ്മേ എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാലേ ഈ കിണറ്റിൽ വീണ് ചത്തുപോകത്തില്ലേ എന്ന് ഓർത്ത് ഞാൻ കരയുവാന്ന്. അമ്മ അങ്ങ് ചിരിച്ചു. എന്തു പറയാനല്ലേ. ഇതാണ് പ്രതീക്ഷ. നാളത്തേക്കുള്ള ഓരോ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷയാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് അല്ലേ. ഈ കൊച്ചു കണ്ട സ്വപ്നം വേറെ അല്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ നോക്കുകയാണെങ്കിൽ നാളേക്കുള്ള നമ്മുടെ പ്രതീക്ഷ അല്ലേ, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വരെ നമ്മൾ ശരിക്കും സ്വപ്നം കാണത്തില്ലേ. അതാണ്. പക്ഷേ ഈ പ്രതീക്ഷ ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതം തന്നെ ഒന്നുമില്ലാത്തതായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും പ്രതീക്ഷയുള്ളവരായിട്ട് മുൻപോട്ട് പോകണം. നമ്മൾ പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കണമെന്ന് ബൈബിളിലും പറയുന്നില്ലേ. അതുപോലെ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് അടുത്തു. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 15 minutes ഒക്കെ ഉള്ളൂ കേട്ടോ. നല്ല വെട്ടവും വെളിച്ചമായതുകൊണ്ട് ഇങ്ങനെ നടന്നിങ്ങി പോരുന്നതാണ്. എന്നുണ്ടോ, ഇതാണ്. എന്നാൽ ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. പ്രത്യാശയുള്ളവരായിട്ട് മുൻപോട്ട് പോകാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓക്കെ, നിർത്തുന്നു.